ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദി ചൊല്ലിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോൾ എന്നാത്മാവിൽ പ്രകാശമായി ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി. ഹായ്, വെൽക്കം ബാക്ക് സിന്ധു മാളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നെ ഈ ഈശോയുടെ രണ്ടുപേരും പാട്ട് പാടിയതറിയാമോ? ദൈവം തന്നാണ് എനിക്ക് എല്ലാം ദൈവം തന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ കേട്ടോ. ഒന്ന് രണ്ട് കമൻസൊക്കെ കണ്ടപ്പോഴോ ഒത്തിരി സന്തോഷം തോന്നി, എന്നാൽ അധികം ഉള്ളിൽ ചെറിയൊരു നീറ്റിലും വിഷമമൊക്കെയും തോന്നി. അതാണ് ഞാനിതിപ്പം ഈ ഒരു 4 പേര് ഈശോയുടെ പാട്ട് പാടിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നല്ല തണുപ്പും മഴയും കാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്നലെ രാത്രി ഇങ്ങനെ എന്താ പറഞ്ഞേ, തോരാതെ പെയ്തുകൊണ്ടിരിക്കുക. അത് ഭയങ്കര ശക്തിക്കല്ല, ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ഭൂമിയിലോട്ട് ഇറങ്ങത്തക്ക രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പെയ്യുന്ന സമയങ്ങളിലാണ് അവിടെ ഉരുളുപൊട്ടി ഇവിടെ ഉരുളുപൊട്ടി എന്നൊക്കെ നമ്മൾ വാർത്തയൊക്കെ കേൾക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഈ മഴയാണ് ഭൂമിയിലോട്ട് ഒത്തിരിയും വെള്ളം ഇറങ്ങുന്നത്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രകൃതി എന്നാ പറയുന്നത്, നമുക്ക് വേദനാജനകമായിട്ടുള്ള കാഴ്ചകളൊന്നും കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾക്കറിയാമല്ലോ. ഒത്തിരി ദുരന്തങ്ങളും ദുഃഖങ്ങളും വേദനകളും അല്ലേ, നമുക്ക് ഓർക്കാൻ പോലും മേലാത്ത കാഴ്ചകളും ഒക്കെ കണ്ടു. അങ്ങനെയുള്ള ഒന്നും വരാതിരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. അതേ ഉള്ളൂ നമുക്ക് കൈമുതലായിട്ട് കൂടെ കൂട്ടാനായിട്ടുള്ളത്. അല്ലാതെ എന്തെങ്കിലും നമുക്ക് പറ്റുമോ? ഒന്നും പറ്റത്തില്ല അല്ലേ. പിന്നെ ഇവിടെയാണെങ്കിൽ ഇന്ന് ചേട്ടാക്കി ഇന്നലെ രാത്രി മുതൽ ഒരു ചെറിയ പനിയും കാര്യങ്ങളും ഒക്കെയാണ്. രാവിലെ കടയിൽ പോയതായിരുന്നു ആള്, പക്ഷെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നു കേട്ടോ, കിടക്കുന്നു. പിന്നെ എന്നാ വിശേഷങ്ങൾ? ഞാൻ ഇതിലൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ റീൽസിൻ്റെ 1-2 കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിന് ഒത്തിരി ഇത് തോന്നി കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷവും തോന്നി, എന്നാൽ അതുപോലെ തന്നെ എനിക്ക് ചെറിയ രീതിയിലൊരു സങ്കടമൊക്കെ തോന്നി. എന്നാന്നറിയോ, എനിക്ക് ഞാൻ കടന്നു വന്ന ആ ഒരു കാലം, പഴയ കാലം എനിക്ക് ചിന്തിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു, ദൈവമേ ഞാൻ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് വന്നു എന്ന് ശരിക്കും ഒരു പേടി പോണക്ക് തോന്നുവേ. ആ ഒരു എന്നാ പറയുന്നത്, ഒത്തിരി അന്ധകാരവും ഇരുട്ടും ഭീകരതയും ഒക്കെ നിറഞ്ഞ ആ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്ത് ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചല്ലോ എന്നുള്ള അങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഒരു ഇത് തോന്നും. പക്ഷെ എങ്ങനെ ഞാൻ ആ മുള്ളുകളും കല്ലുകളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ നടന്നു എന്ന് ഓർക്കുമ്പോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഓർക്കും. ഇപ്പം എനിക്കൊരു ദൈവമേ ഞാനും അത് എങ്ങനെയൊക്കെ തരണം ചെയ്തു. പക്ഷേ അതൊന്നും എൻ്റെ കഴിവല്ല കേട്ടോ. ദൈവം നമ്മളെ ഓരോ വഴി നടത്തിയതാണ് അല്ലേ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ ഒക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് എൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, എന്നെ തിരിച്ചറിയക്കാരൻ. അതുകൊണ്ട് ഒരിടത്ത് പോകാൻ പറ്റത്തില്ല, ഞാനാന്ന് പറയത്തില്ല, എന്നാന്ന് കണ്ടറിയത്തില്ല. അത്രയും ആ ചെറുപ്പത്തിൽ അന്ന് ഞാൻ എടുക്കുമ്പോൾ ഒരു 23-24 വയസ്സിൽ കൂടുതലില്ല. ആ സമയത്ത് കണ്ട ഒരു 85 വയസ്സ് അത്രയും ഒരു രൂപം ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിലെ ഫോട്ടോസൊക്കെ കാണുമ്പോഴേ ശരിക്കും എനിക്ക് തന്നെ ഇത് തോന്നും കേട്ടോ. കഴുത്തല്ലൊക്കെ എൻ്റെ അമ്മേ, ഇപ്പം എനിക്ക് ഒരു എല്ലും കാണാനില്ല ശരീരത്തൊക്കെ, എൻ്റെ ദൈവമേ. അപ്പോൾ അതിനകത്തെ ഒരു 3-4 കമൻസേ എനിക്ക് മനസ്സിൽ ഇതായിട്ട് തട്ടിയേ. അപ്പം ഞാനതൊന്ന് വായിക്കാം കേട്ടോ. കണ്ണുകളിൽ മീനു ഷാജിയാണേ.
കണ്ണുകളിൽ കടലോളം വിഷാദം നിറച്ചൊരു പെൺകുട്ടി അന്ന്. എന്നിട്ട് 2 ഉമ്മയും തന്നിട്ടുണ്ട് കേട്ടോ. കണ്ണുകളിൽ ആകാശത്തോളം ആത്മധൈര്യമുള്ള ആത്മാഭിമാനമുള്ളൊരുത്തി ഇന്ന്. ഓ സത്യം, അഭിമാനം തോന്നുന്നു സിന്ധു പെണ്ണെ, പൊന്നോളം പോന്ന പെണ്ണേന്ന്. ഒത്തിരി സന്തോഷം തോന്നിയ കമൻറ്റ് കേട്ടപ്പോൾ. എന്നാന്നറിയാം, സത്യം പറഞ്ഞാൽ ശരിയാണ്. ശരിക്കൊന്ന് ചിരിക്കാൻ, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് എന്നാ പറയുന്നത്, എങ്ങനെയോ അങ്ങ് പോന്നു, ഒരു ഒഴുക്കിനൊത്തങ്ങ് പോന്നു. നമുക്ക് എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യേണ്ട കുറേ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. അതൊക്കെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് തരണം ചെയ്ത് കൊണ്ടുപോകണമെന്നല്ലാണ്ട് നമ്മുടേതായ ഒരു കാര്യവും നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളാനായിട്ടോ എന്നാ പറയുന്നത് അതിനായിട്ട് സമയം കണ്ടെത്താനായിട്ടോ ഒന്നും സമയമില്ല. ശരിയാണ് കേട്ടോ. നേരത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും എൻ്റെ കണ്ണിനകത്ത് സങ്കടം, ശരിക്കും വിഷാദം നട്ടി നിൽപ്പുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളായിരുന്നു. ശരിയാ. ഇപ്പം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, ഇപ്പം അന്ന് ശരിയാ വിഷാദവും സങ്കടവും നിറഞ്ഞ ഒരു കണ്ണുകൾ തന്നെയായിരുന്നു. അതിപ്പം ഞാൻ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ എനിക്കും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് അല്ല, സത്യം, കണ്ണുകളിൽ ആകാശത്തോളം ആത്മധൈര്യമുള്ള പെണ്ണൊരുത്തി തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ വന്നാലും നമ്മൾ എന്നാ പറയുന്നത്, നന്നായിട്ട് മുമ്പോട്ട് പോകണം, നമ്മൾ ഒരിടത്തും പതറരുത് എന്നൊക്കെ ഉള്ളൊരു ആത്മധൈര്യവും അതിന് എന്നെ ചേർത്ത് ഈ ഒരു ലെവലിൽ എത്തിച്ചത് എൻ്റെ ചേട്ടായാണ് കേട്ടോ. ഒന്നുമില്ല, എൻ്റെ ശരീരം ഒരു മനുഷ്യക്കോലം ആക്കിയത് തന്നെ ചേട്ടായാണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ നല്ല മിടുക്കത്തിയായിരുന്നു. പക്ഷെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു കഷ്ടകാല സമയം വന്നു കഴിയുമ്പോഴേ നമ്മുടെ എല്ലാ ഇതും പോകുമല്ലോ. വേറെ ആരെയും അതിനകത്ത് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ വിധി, എൻ്റെ ജന്മദോഷം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്ന് ഓരോരുത്തരും ഭൂമിയിലോട്ട് ജനിക്കുമ്പോഴേ ദൈവം ഓരോരുത്തർക്കും വരച്ച് വെച്ചിട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ സെറ്റായിട്ട് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിന് 21 ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനടിയിൽ ഒരു കമൻറ്റും വന്നിട്ടുണ്ട്, സത്യം എന്ന്. എൻ്റെ ദൈവമേ. പിന്നെ വേറെ ഒരു കമൻറ്റ്, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളിൽ കൂടി കടന്നു പോയെങ്കിലും ഇന്ന് ഞങ്ങളുടെ സിന്ധു അമ്മ ഞങ്ങൾക്കൊരു ബലമാണെന്ന്. അത് കേൾക്കുമ്പോഴും ഒത്തിരി അഭിമാനമുണ്ട്. ഇന്നുണ്ടല്ലോ, ഇന്ന് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 29-ാം തീയതി പോവാന്ന് പറഞ്ഞ ഒരു മോള് പോയി, കാനഡയ്ക്ക് പോയില്ലേ. ആ മോള് പിന്നെ എനിക്ക് ഇന്ന് രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ ഈ വീഡിയോയുടെ കമൻസും റീൽസും ഒക്കെ കണ്ടിട്ടാണ്, ആ റീലിൻ്റെ കമൻസും ഒക്കെ കണ്ടിട്ടാ. സിന്ധുമേ, എനിക്ക് ശരിക്കും സിന്ധുമയുടെ എന്നാ പറയണ്ടേന്ന് അറിയില്ല, അത്രമാത്രം ബഹുമാനം തോന്നുമായി. എനിക്ക് സിന്ധുമേനെ എൻ്റെ റോൾഡ് മോഡലാക്കുവാണോ? ഇംഗ്ലീഷൊക്കെ അല്ലേ ഈ പിള്ളേരും അത്. അപ്പം എന്നെ കണ്ട് അവർ പഠിക്കുകയാണെന്നാണ്. അത്രയും ഒരു ശരിക്കും സിന്ധുമേനെ അത്രയും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ഓരോ കുഞ്ഞുങ്ങളുടെ ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ, നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് നല്ലതായിട്ട്, ചിലർക്കിപ്പം നമ്മളൊരു നന്മ പറഞ്ഞു കൊടുത്താൽ അത് തെറ്റായിട്ടായിരിക്കും തോന്നുന്നത്. ചിലർക്കത് നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ളൊരു കഴിവ് കാണും. അവർ അങ്ങനെ പറഞ്ഞു തന്നത് അത് നല്ല കാര്യമായിരുന്നു. അങ്ങനെയുള്ള പിള്ളേരുടെയൊക്കെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കമൻറ്റിനകത്ത് കണ്ടോ, ഞങ്ങൾക്കൊരു ബലമാണെന്ന്. അപ്പം എന്നിലൂടെ കുറേ ആൾക്കാർക്ക്, കുറേ എന്നാ പറയുന്നത്, പിള്ളേർക്കായിക്കോട്ടെ, ചേച്ചിമാർക്കായിക്കോട്ടെ, ചേട്ടന്മാർക്കായിക്കോട്ടെ ഒക്കെ ഒരു ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്, ഒരു സമാധാനം കിട്ടുന്നുണ്ട്, ഇച്ചിരി നേരം സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഈ ഓരോ കോമഡി തരങ്ങളും കണ്ടിട്ട് ചിരിക്കാൻ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിൽ കരുതുന്നത് കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് വായിച്ചപ്പോഴും എനിക്കൊരു ഒത്തിരി സന്തോഷം തോന്നിയേ. പിന്നെ സിന്ധുവമ്മേ, നിങ്ങളാണ് ശരി. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കരുത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. ഒരുപാട് കാലം ആരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുണ്ട് കേട്ടോ. ദൈവമേ തമ്പുരാനോടും പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആയുസ്സും ആരോഗ്യമൊന്നും തന്നില്ലെങ്കിലും ഈ ഭൂമിയിൽ എനിക്ക് കുറേയധികം കാര്യങ്ങൾ എന്നാ പറയുന്നത്, മുമ്പോട്ടേക്കുള്ള കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ഈ ഭൂമിയിൽ നല്ല നല്ല കാഴ്ചകളും എന്നാ പറയുന്നത്, എൻ്റെ ഞാൻ പറയുന്നില്ല, ഒത്തിരി കാഴ്ചകൾ, അതായത് നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ.
അത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചകളും കാഴ്ചകളും കാര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടൊക്കെ ഉള്ള ഒരു ആയുസ്സും ആരോഗ്യം തരണതി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാതെ ഒത്തിരി ഒരു കുറേ കാലം ജീവിച്ച് മറ്റുള്ളവർക്കൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാർദ്ധക്യത്തിലൊക്കെ എത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് എപ്പോഴും കിടപ്പും കാര്യങ്ങളൊക്കെ ആയി അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയൊന്നും വരുത്തരുത് എന്ന് ജീവിതത്തോട് പ്രാർത്ഥിക്കും. പിന്നെ ദൈവമാണ് നിശ്ചയിക്കുന്നത്, ഇന്ന് ആണോ നാളെ ചാണോ അതോ 100 വയസ്സായിട്ടാണോ അതൊക്കെ തമ്പുരാനറിയില്ല, നമ്മളല്ല തീരുമാനിക്കുന്നത്. എങ്കിലും അങ്ങനെ ഒരിതുണ്ട്. പക്ഷെ എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് നമ്മുടെ മക്കളിലൂടെ അല്ലെ കൊച്ചുമക്കളിലൂടെ ഒക്കെ നടക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ പുറപ്പാടുടെ മക്കളിലൂടെ കൂടെ അങ്ങനെയൊക്കെ കാണാൻ അങ്ങനെയൊക്കെ ഒരു കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം നടത്തി തരുന്നവർക്ക് നടത്തി തരട്ടെ അല്ലേ. പിന്നെ ഞാനാണ് ശരി അങ്ങനെ നമുക്ക് ആരെയും ഒരുത്തരെയും കുറ്റപ്പെടുത്തി അവർ തെറ്റാണ് നമ്മൾ ശരിയാണ് അങ്ങനെയൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ എന്നാ പറയുന്നത് മനുഷ്യരല്ലേ, ദൈവങ്ങൾക്ക് ഓരോ തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ അതിന് ഹാർട്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. അവർ തെറ്റായിട്ട് ഒന്നും പറഞ്ഞതല്ല. ഇപ്പം ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇട്ട വ്യക്തി ഇതിനകത്ത് കരുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഒരു ഇന്നിപ്പം നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങളെ കൊന്നും പിന്നെ എന്നാ സുഖ സൗകര്യങ്ങൾ തേടിയും ഒക്കെ പോകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഞാൻ ചെയ്തത് ശരി എന്നുള്ള ഇതാണ് പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയോ മോശപ്പെടുത്തിയോ ഒന്നുമല്ല. നമ്മൾ എല്ലാവരും ശരിയും തെറ്റും ഒക്കെ ഉള്ളവരാണ്, മനുഷ്യരല്ലേ അല്ലേ. അപ്പോൾ അത് പിന്നെ ഒരുപാട് നാൾ ജീവിക്കാൻ ഇതാകുന്ന. പിന്നെ അതിനകത്ത് തന്നെ വേറൊരു വാക്ക് കണ്ടേ ആ ഒരു കമൻറ്റിനകത്ത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കരുത്, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം എന്ന്. അതിനോട് ഞാനൊരു 100% യോജിക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾക്കൊരു കടമയുണ്ട്, ഓരോ കാര്യത്തിലും ഓരോ കടമകളുണ്ട്. ഇപ്പം ഞാനൊരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് ഇന്ന രീതിയിൽ ഇത്ര ഒരു ഇതുവരെ എൻ്റെ മക്കളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവിനെ ഇങ്ങനെ അവരുടെ കാര്യങ്ങളും കടമകളും ഒക്കെ നോക്കി കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ വെളുപ്പിന് എന്താ പറയുക 4 മണിക്ക് എണീക്കുമായിരുന്നു. 4 മണിക്ക് എണീറ്റാലേ എനിക്ക് എൻ്റെ വീട്ടിലെ പരിപാടികളെല്ലാം ചെയ്തിട്ട് പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം മക്കൾക്ക് ടിഫിൻ ഉണ്ടാക്കണം, പിന്നെ മക്കളെ ഒരുക്കണം, വീട്ടിലെ പരിപാടികൾ മൊത്തം ചെയ്യണം, ചാച്ചനുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കണം, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അതിന് കുടുംബത്തെ കാര്യങ്ങൾ മൊത്തം. ഇന്നെന്ന് പറഞ്ഞാൽ പൈപ്പൊക്കെ തുറന്നാൽ വെള്ളം ഗ്യാസ് അങ്ങോട്ട് ഓടാക്കിയാൽ തീ അങ്ങനതും അല്ല. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോമീറ്ററോളം നടന്നു പോയി വെള്ളം കോരിക്കൊണ്ട് വരണം. അത് 3-4 പേര്, ഞങ്ങൾ 4 പേരുള്ളടത്ത് 4 പേർക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ എന്തേരം വെള്ളം വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ എനിക്ക് വെളുപ്പിന് 4 മണിക്ക് എണീക്കണമായിരുന്നു. നമ്മുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നും വേണ്ട. എനിക്ക് 7 മണിക്ക് എണീറ്റാലും എനിക്ക് ഒന്നും ആരെയും ഇതാക്കേണ്ട ആവശ്യമില്ല, ആർക്കും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ 4 മണിക്കൊക്കെ എണീറ്റ് മക്കൾക്ക് വേണ്ടിയിട്ട് ടിഫിൻ ഒരുക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരൻസ് ഉണ്ടല്ലേ. ഹസ്ബൻഡുമാർ ജോലിക്ക് പോകുന്നവർക്ക് അവർക്ക് ടിഫിൻ ഒരുക്കുന്ന വൈഫുമാരും ഒക്കെ ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കും നമ്മളെപ്പോഴൊക്കെ ഒരു കാലം വരും, അവരുടെ മക്കളും പഠിച്ച് അവരെ നല്ല ഒക്കെ ആയി അവരവരുടേതായ സ്റ്റാൻഡിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഫ്രീ ആയി. ഓക്കെ. അപ്പം ആ ഒരു സമയത്ത് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നിൽക്കരുത്. അത്രയും വരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിക്കുക. കാരണം നമ്മുടെ ഒരു കടമയും ഉത്തരവാദിത്വവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഭംഗിയായിട്ട് നിറവേറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ച് പറത്തുക. അതിനോട് ഞാൻ 110% യോജിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ്. അതാണ് നല്ലത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് നമ്മുടെ മക്കളെയൊക്കെ വളർത്തി ഒത്തിരി ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവരുണ്ട്, അല്ലാതെ നല്ല ഹൈടെക് ആയിട്ട് ജീവിക്കുന്നവരുമുണ്ട്. എങ്ങനെയാണേലും ഓരോ കുഞ്ഞുങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി വളർത്തി വലുതാക്കി ഒരു ലെവൽ എത്തിച്ചു കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു ലെവൽ നമ്മളെ പോണക്ക് അവരൊരു വിവാഹമൊക്കെ കഴിഞ്ഞു അവരൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മക്കളെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് ചെയ്തെന്നുള്ളത് അവരും അറിയണ്ടേ. അപ്പോൾ അവര് വേണം പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി മുമ്പോട്ട് പോകാനാണ് എൻ്റെ ഒരു മനസ്സിലെ. എന്ന് വെച്ച് കൊച്ചുമക്കളെ നോക്കി കൊടുക്കരുതെന്നൊന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു പരിധി വരെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി കൊടുക്കുക.
അത് കഴിഞ്ഞ് അവരവരുടെ മക്കളെ ഇപ്പം എൻ്റെ അമ്മ ഞങ്ങളുടെ ഈ 8 അമ്മ വളർത്തി, അത് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും കൊണ്ട് നമ്മുടെ അടുത്തിട്ട് കൊടുക്കുക. അതല്ല ശരി. ഒരു പരിധി ഒരു 10-45 വയസ്സൊക്കെ കഴിയുമ്പോഴെങ്കിലും, ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പം തുടങ്ങി നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അതിനോട് ഞാൻ 100% യോജിക്കണം കേട്ടോ. നമുക്കും നമ്മുടേതായ ഒരു ലോകം വേണ്ടേ? എന്നും ഈ കഷ്ടപ്പാടും കഷ്ടതയും പണിയും കാര്യങ്ങളും. ഒരു പ്രായം കഴിയുമ്പോൾ ഇപ്പം ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മെൻ്റലി എന്നാ പറയുന്നത്, നമ്മുടെ ഹോർമോൺ എല്ലാം ചേഞ്ച് ആകുന്ന ഒരു ടൈമൊക്കെയാണ്. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്, എന്നാ പറയുന്നത്, ദേഷ്യവും സങ്കടവും കലിയും ഒക്കെ വരുന്ന സമയങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതിരി ആയിരിക്കുമല്ലോ നമ്മളിപ്പം നമ്മൾ കൊച്ചുമക്കളെയൊക്കെ നോക്കുന്നത്. അപ്പം ചിലപ്പം ഒരു പരിധി വരെ നമ്മൾ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്കിട്ട് ഒരടിയൊക്കെ കൊടുക്കും. പക്ഷെ കൊച്ചുമക്കൾക്കിട്ട് നമുക്ക് അടിക്കാനും വിഷമം ഒന്നും തോന്നില്ല. അപ്പം നമുക്ക് നമ്മളോട് തന്നെയായിരിക്കും ദേഷ്യവും വെറുപ്പും സങ്കടവും ഒക്കെ തോന്നുന്നത്. ഒരു പരിധി വരെ ഞാൻ എപ്പോഴും അമ്മൂനോടാണല്ലോ ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞാണ്, നിങ്ങൾ വേണം നോക്കാൻ, നിങ്ങൾ വേണം വളർത്താൻ എന്ന് പറയും. അങ്ങനെ തന്നെയാണ്. അതാണ് എനിക്കൊരിത്. അത് ഞാൻ ഇപ്പം കൊച്ചുമക്കളുടെ കാര്യം എടുത്ത് പറഞ്ഞല്ല, ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെക്കാണ്ട് നമ്മൾ നമ്മുടെ ഇതിനായിട്ട് തന്നെ സമയം കണ്ടെത്തുക, ചെലവഴിക്കുക. അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ കീപ്പിറ്റപ്പ് സിന്ധു അങ്ങനെ കുറേ ഉണ്ടേ. ഒരെണ്ണം അയ്യോടാ പാവം, കണ്ടിട്ട് എനിക്ക് ഒത്തിരി വിഷമം തോന്നുന്നു, ഇനി ജീവിക്ക് സന്തോഷത്തോടെ എന്ന്. ശരിയാണ്. എൻ്റെ ആ ഒരു ഇതിലൊക്കെ ഞാൻ പോകുന്ന കണ്ട മനുഷ്യർക്കൊക്കെ എന്നോടൊരു സഹതാപം തോന്നുമായിരുന്നു. കാരണം ശരിക്കും വള്ളി മാതിരി, എന്നിട്ട് നല്ലൊരു ഡ്രസ്സൊന്നും ഇല്ല, സാരിയൊക്കെ ആണെങ്കിലുമേ ചുറ്റി ശരിക്കും ഇപ്പം ആ സമയത്ത് ഞാൻ ആര്യാറിലൊക്കെ താമസിച്ചപ്പോഴൊക്കെയാണല്ലോ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഒത്തിരിയും ദുരിതമായിട്ട് താമസിച്ചതൊക്കെ വേറെ തന്നെയാണ്. ആര്യാന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോഴാണ് ഞാനും എൻ്റെ മക്കളും ജാസ്നുമായിട്ട് താമസിച്ചത്. ആ ഒരു സമയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അതിന് ഓർക്കാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്തു എന്ന്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു എൻ്റെ ഒരു ഷേപ്പും കോലവും ഒക്കെ ഇന്നും എൻ്റെ അയലൊക്കെ അവിടുത്തെ നാട്ടുകാരുടെ മനസ്സിലുണ്ടല്ലോ. ഇപ്പോഴാണെങ്കിലും അവരൊക്കെ എന്നെ ഉപ്പേറയിലൊക്കെ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുവാണെങ്കിൽ, എൻ്റെ സിന്ധു നീ എന്നെ പറഞ്ഞ ഞാൻ ഇപ്പോഴും നീ ആ വെള്ളം കോരിക്കൊണ്ട് വരുന്ന എൻ്റെ ഓർമ്മ, അല്ലെ നീ പിള്ളേരും കൂടെ ആറ്റിപ്പോട്ട് അലക്കിയിട്ട് വരുന്ന ഓർമ്മ, അല്ലെ നീ ഞങ്ങളുടെ പറമ്പിൽ ഒന്ന് പണി ചെയ്യുന്ന ഓർമ്മ. എൻ്റെ കുഞ്ഞെ നീ അതിൽ ഇപ്പം നിന്നെ സമാധാനമായി സന്തോഷമായി. അങ്ങനെ അമ്മമാർ പറയുന്നുണ്ട്, ചേച്ചിമാർ പറയുന്നുണ്ട്, നമ്മുടെ തോട്ടികളിലെ എല്ലാവരും ഉപ്പാർക്കാർക്ക് അറിയാം കേട്ടോ. അങ്ങനെ പറയാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് സ്കൂട്ടി ഓടിച്ചോണ്ട് ഞാൻ നമ്മുടെ ആറ്റുകാൽ വഴി പോയപ്പോഴത്തേനും കണ്ടതേ ഒരു ചേട്ടൻ വെറുതെ പറഞ്ഞില്ല, നിർത്തി എൻ്റെ കുഞ്ഞെ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇത് കണ്ടപ്പോൾ. നിൻ്റെ ആ അസ്ഥി മാതിരിയുള്ള ആ കഴുത്തെല്ലും നിൻ്റെ ആ പോക്കും ഒക്കെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടെന്ന്. അത് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലോർക്കും, ദൈവമേ എന്തൊരു ഇതിലൂടെയാണ് കടന്നു പോയെന്ന്. പക്ഷെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നേ, ഈ ലോകത്ത് മനുഷ്യരായിട്ട് ജനിച്ചവർക്ക് എല്ലാം ഉണ്ട്. പിന്നെ സങ്കടമുള്ള കാലഘട്ടമുണ്ട്, സന്തോഷമുള്ള കാലഘട്ടമുണ്ട്, ദാരിദ്ര്യമുള്ള കാലഘട്ടമുണ്ട്, സമ്പന്നരാകുന്ന കാലഘട്ടമുണ്ട്. ഇതൊക്കെ ജീവിതം നമുക്ക് ദൈവം നമുക്കൊരു ഇത് തരും, ഒരു സമയം ഇന്ന സമയം തരും. ആ സമയം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിനിടയ്ക്ക് കഷ്ടതയും ദുഃഖവും സങ്കടവും ഒക്കെ വരും. പക്ഷെ നമ്മൾ അതെല്ലാം തരണം ചെയ്ത് തന്നെ പോകണം. എനിക്ക് 110% ഉറപ്പുണ്ട് ഞാൻ അതെല്ലാം എൻ്റെ കഴിവനുസരിച്ച് പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡബിളൊക്കെ ആയിട്ട് ചെയ്താൽ മുമ്പോട്ട് വന്നത് എനിക്ക് നല്ല ചങ്കുറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ അയൽവക്കക്കാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഉണ്ട്. ഞാൻ ഏത് നാട്ടിൽ താമസിച്ചോ അവിടെയുള്ള അയൽവക്കക്കാർക്കൊക്കെ എന്നോട് ഇപ്പോഴും കാണുമ്പോൾ ഓടി വന്ന സ്നേഹത്തോടുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാലോ. അങ്ങനെ അത് സത്യമായ കാര്യമാണ്. അന്നേരമൊക്കെ എനിക്കും ഇപ്പം ആ ഫോട്ടോയും ഒക്കെ കാണുമ്പോഴേ വിഷമം വരാറുണ്ട്. പക്ഷെ ഇപ്പം ദൈവം നല്ല രീതിയിൽ സമാധാനവും ശാന്തിയും ഒക്കെ തരുന്നുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഇനി ജീവിക്കാം കേട്ടോ. അപ്പം കുറേ ഉണ്ട്, അങ്ങനെ കുറച്ചുണ്ട്. അപ്പം 3-4 എണ്ണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒത്തിരി സന്തോഷം തോന്നി ആ കമൻസ് ഒക്കെ കണ്ടപ്പോഴത്തേനും. അപ്പോൾ അതിനകത്ത് കമൻറ്റിട്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് കേട്ടോ. നമ്മൾ ചില കമൻസ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന കമൻസാണ്. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. അപ്പം ശരിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് ഇച്ചിരി ഏറെ നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കറണ്ടില്ല. ഇപ്പോഴും ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് നിൽക്കുവാണേ. ഇന്ന് ഞാൻ രാവിലെ എന്നെ ഒരു ചേച്ചിക്കുട്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചോണ്ടേ. അപ്പോഴത്തേനും ആ ചേച്ചിക്കുട്ടി പറയാനും, ചേച്ചിക്കുട്ടിയുടെ അവിടുത്തെ ചേട്ടനും പെട്ടെന്ന് പനിയായിട്ട് അടകടപ്പായി പോയെന്ന്. എന്ന് പറഞ്ഞാൽ ചേട്ടായിക്ക് നിന്ന് നിപ്പി പെട്ടെന്ന് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ.
പെട്ടെന്നൊരു പനിയും കാര്യങ്ങളും ഒക്കെ വന്നു. മാറിക്കോളും. ഇപ്പം ഈ കാലാവസ്ഥയുടെയാണ്. നമുക്ക് 1-2 ദിവസം എന്തെങ്കിലും ഒരു വയ്യായി വന്നാലും ദൈവം പെട്ടെന്ന് തന്നെ നമ്മളെ മാറ്റി തരുന്നുണ്ടല്ലോ. ഞാൻ പിന്നെ എന്നെ ഇത് എടി ഞാൻ വരുവാ, തിരിച്ചു വരുവാ, എനിക്ക് ഒട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ മരുന്നൊക്കെ പിടിച്ചിട്ട് വന്നപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് ചുക്ക് കാപ്പിയൊക്കെ ഇട്ടു. മറ്റേ ഇലകളെല്ലാം പറിച്ചേ, തുളസിയിലയും പനിക്കൂർക്കയിലയും കൊടിയിലയും ഇഞ്ചി, ചുക്കില്ലായിരുന്നു അപ്പോൾ ഇഞ്ചിയും കൊച്ചുള്ളി കുരുമുളകും എല്ലാം കൂടെ ചതച്ച് തിളപ്പിച്ച് ശരിക്കും ആവി അങ്ങ് പിടിപ്പിച്ചു. ആവി നന്നായിട്ട് പിടിച്ച് വേർത്ത് കഴിയുമ്പോൾ തന്നെ പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് ഇച്ചിരി കെട്ടുവിട്ട മാതിരി തോന്നുന്നുണ്ടെന്ന്. പിന്നെ ചുക്ക് കാപ്പി കുടിപ്പിച്ചു. പിന്നെ ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം മാറിക്കോളും. എന്നാലും ചേട്ടയ്ക്ക് എന്നാലും വരുമ്പോഴും നമുക്കൊരു വിഷമവും ടെൻഷനും വരും പെട്ടെന്ന്. എന്നാ കുറച്ച് പറഞ്ഞാലും നമ്മൾ അന്നന്ന് പണിത് ജീവിക്കുന്നവരാ. ഒരു ദിവസം നമുക്ക് പണിയിൽ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും. നേരത്തെയൊക്കെ അടിയടി താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഒരു ദിവസമൊക്കെ പണിയില്ലാതെ വരുമ്പോഴത്തേനും എനിക്ക് പിന്നെ വെപ്രാളോ. കാരണം ഒരു ആഴ്ച പണിതാൽ എനിക്ക് 250 രൂപയോ 250 രൂപയാന്ന് തോന്നുന്നു കിട്ടുന്നത്. അങ്ങനെയൊക്കെ കിട്ടുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംഘത്തിൽ അടയ്ക്കണം. അന്ന് സംഘമൊക്കെ ഉണ്ട്, പ്രാർത്ഥനയുടെ സംഘമൊക്കെ ഉണ്ട്. സംഘത്തിൽ അടയ്ക്കണം, വീട്ടിലോട്ടുള്ള സാധനം മേടിക്കണം, പിള്ളേർക്കുള്ള ബേക്കറി മേടിക്കണം, പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിന് കൊടുക്കണം, പിന്നെ ചാച്ചന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം ഒരു ദിവസം നമുക്ക് പണിയാൻ പോതിരുന്ന അതിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കുറവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇപ്പോഴാണെങ്കിലും നമുക്ക് ചേട്ടാ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ എങ്കിലും ദൈവം നമ്മുടെ കാര്യങ്ങൾ ഒരു മുടക്കം കൂടാതെ അന്നന്ന് വേണ്ട കാര്യങ്ങളെല്ലാം തമ്പുരാൻ നടത്തിയതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതേ ഉള്ളൂ. അന്നന്ന് വേണ്ട ആഹാരം തന്നെ, അന്നന്ന് വേണ്ട വസ്ത്രം തന്നെ. നമുക്ക് ഒത്തിരി സമ്പത്തും ഇതൊന്നും നമുക്ക് സൂക്ഷിച്ച് വെക്കുകയൊന്നും വേണ്ട. നമുക്ക് ആർക്കെങ്കിലും ഒന്നും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ. ഇന്നാണ്ട് ആ രജിതയുടെ ഇത് കൊണ്ടുവന്നേക്കുന്ന ബോഡി ദൈവമേ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്നാ സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ എടുത്ത് ഞാൻ വീണ്ടും തല കേട്ടാതിരിക്കുക. എന്നാന്ന് ചോദിച്ചാൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഭയങ്കര ചിന്തയും കാര്യങ്ങളും ആവുമേ. അങ്ങനെ ഇന്നലെ രാത്രിയിലത്തെ ഒറ്റ മഴയുടെ കൊണ്ട് ആറ്റി നല്ല വീണ്ടും ഭയങ്കര സൗണ്ടായി. ആറ്റി നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കറണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇന്ന് ഞാൻ 5 മണിക്കാണ്ടേ കറണ്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കാൻ പറ്റുമോ, നാളെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യം സംശയമാണ്, എപ്പോൾ കറണ്ട് വരുന്നതൊക്കെ. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോക്കകത്തൊരു കമൻറ്റ് ഉണ്ട്, സിന്ധു കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ക്യാമറയെ നോക്കുന്ന ചിരി സൂപ്പറാണ്. ചൊവയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. അതെന്നാന്നറിയോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയോട് നോക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടെന്നാണ് ഒരു ഇതിലാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചില കമൻസ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി ഒരു സന്തോഷവും പോസിറ്റീവും ഒക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ 1-2 കമൻസൊക്കെ വായിക്കുകയും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പം ദൈവത്തിനറിയാം. ഈ സ്വർണ്ണമൊക്കെ കണ്ടിട്ടില്ലേ, എന്തൊക്കെ അടിച്ചു പരത്തി നിരപ്പാക്കി, പിന്നെ എന്തൊക്കെ മെഷീനകത്തൂടെ കയറ്റി ഇറക്കിയിട്ടാ നല്ല സൂപ്പറായിട്ട് നമുക്ക് വളയും മാലയൊക്കെ ആയിട്ട് കിട്ടുന്നത്. ഏതൊക്കെ മെഷീനകത്തൂടെ ഇറക്കി എത്ര തീക്കകത്തും ഒക്കെ ഇട്ട് എന്തൊക്കെ ചെയ്തിട്ടാ എന്ന് പറഞ്ഞോളൊക്കെ ചില മനുഷ്യരുടെ ജീവിതം. പക്ഷെ അത് നമുക്ക് സഹിക്കാനുള്ളൊരു ശക്തി ദൈവം തരും. അങ്ങനെ നമ്മളെ തമ്പുരാൻ ഓരോ ദിവസവും വഴി നടത്തും കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി ഇപ്പം എന്നെ ഇവിടെ വരെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് തമ്പുരാൻ. ഇനിയുള്ള ജീവിതവും മുമ്പോട്ടേക്കും അങ്ങനെ തന്നെ ദൈവം എന്നെ വിടാതെ നടത്തും എന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രാർത്ഥന ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ എല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ച ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവലോട്ടോണ്ട് തിരിച്ചു കൂട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.